സാറേ, പിന്നെ ഈ 4 തരം പിതാക്കളും അവരുടെ കുട്ടികൾ 4 തരം സ്വഭാവമുള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു എക്സ്പ്ലെയിൻ തരാമോ? നല്ലൊരു ചോദ്യമാണ്. നമ്മൾ സമൂഹത്തെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് 4 തരം പിതാക്കന്മാരെയും അവരുടെ 4 തരം കുട്ടികളെയും നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് പരാജിതനായ പിതാവാണ്. പരാജിതനായ പിതാവിന് പരാജിതനായ പുത്രൻ അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ പരാജിതനായ പിതാവിന് വിജയിയായ കുട്ടികൾ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ പറയാം വിജയിച്ച പിതാവിന് വിജയിച്ച പുത്രൻ, വിജയിച്ച പിതാവിന് പരാജിതനായ പുത്രൻ. ഇങ്ങനെ 4 തരം പിതാക്കന്മാരെയും അവരുടെ മക്കളെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ സമൂഹത്തിലൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മക്കളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ സൂക്ഷിച്ച് ഓരോ കുടുംബങ്ങളിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് വിജയിച്ച പിതാവാണ്. ആ വിജയിച്ച പിതാവിന് വിജയിച്ച പുത്രൻ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സക്സസ് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വളരെ സക്സസ് ആയിരിക്കും. അദ്ദേഹം കുടുംബത്തിൽ ഇടപഴകുന്ന രീതി എന്ന് പറയുന്നത് കുട്ടികളോടും ഭാര്യയോടും ബന്ധുമിത്രാദികളോടും സമൂഹത്തോടും നീതിപൂർവമായിരിക്കും, വളരെയേറെ ധാർമ്മികപരമായിരിക്കും. ഇത് കണ്ട് വളരുന്ന കുട്ടികൾ സ്വാഭാവികമായും ആ പിതാവിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയും ആ സ്വഭാവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കുകയും ചെയ്യും. സ്വാഭാവികമായി വിജയിച്ച പിതാവാണ്, ആ പുത്രൻ, ആ കുട്ടി ഇത് കണ്ടിട്ട് വിജയിക്കും. ഇതിന് കുടുംബത്തിൽ വലിയ സ്വാധീനം ആ പിതാവിനുണ്ടായിരിക്കണമെന്ന ബോധ്യം നമുക്കുണ്ടാകും. ഇനി രണ്ടാമത്തൊരു വിഭാഗമാണ് വിജയിച്ച പിതാവ്. അദ്ദേഹം വിജയിച്ച ആൾ തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് പരാജിതരായിരിക്കും. എന്താ കാരണം എന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചിന്തിച്ചാൽ മതി. സമൂഹത്തിൽ വലിയ ഇടപെടലായിരിക്കും, സാമൂഹികമായ വലിയ പ്രതിബദ്ധതകളായിരിക്കും. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ട സപ്പോർട്ടോ കുടുംബത്തിൽ വേണ്ട ഇടപെടലുകളോ നടത്താത്തവരുണ്ട്. സമൂഹത്തിൽ അവർ വലിയ ഒരു നിർണായക ശക്തിയായിരിക്കാം. കുഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന ആളുകൾ, അവർ കുഞ്ഞുറങ്ങി കഴിഞ്ഞതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് കയറി വരിക. പലപ്പോഴും ആ പിതാവിനെ ആ കുട്ടികൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആ പിതാവിന് ജീവിതത്തിൽ സമയം കിട്ടിയെന്ന് വരില്ല. ഇത്തരത്തിൽ വിജയം വരിച്ച ഒരു പിതാവാണെങ്കിൽ കൂടി അവരുടെ മക്കൾക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പഠനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പറയുകയാണ്. കാരണം അവൻ്റെ റോൾ മോഡലായ പിതാവ് സമൂഹത്തിൽ വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കുടുംബ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും അവർ നടത്താതെ പോകുമ്പോൾ കുട്ടികളിത് കാണുന്നില്ല, അറിയുന്നില്ല, കോപ്പി പേസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സ്വാഭാവികമായി വിജയിച്ച പിതാവിന് പരാജിതനായ പുത്രൻ ഉണ്ടാവുന്നു എന്നത് സമൂഹം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമാണ്. ഇനി മറ്റൊരു വിഭാഗമാണ് പരാജയപ്പെട്ട പിതാവ്. ആ പരാജയപ്പെട്ട പിതാവിന് പരാജിതനായ പുത്രൻ ഉണ്ടാവുക എന്നത്. ആ പിതാവ് എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെയേറെ പരാജിതനാണ്. അദ്ദേഹം ഒരു ഉദാഹരണമായി പറഞ്ഞ ഒരു മദ്യപാനിയാണ്. വീട്ടിലേക്ക് വന്നാൽ നിരന്തരം കലഹമാണ്. അങ്ങനെ കലഹിച്ച് ഭാര്യയെ അടിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും മക്കളിലും ഈ രൂപത്തിൽ തന്നെ പെരുമാറുകയും വീട്ടിലെ എല്ലാ സാധനങ്ങളും തല്ലി തകർക്കുകയും ചെയ്യുന്ന ഒരു പിതാവ്. അടിയൊക്കെ കഴിഞ്ഞ് മദ്യത്തിൻ്റെ കെട്ടൊക്കെ ഒന്ന് വിടുമ്പോൾ, അല്ലെങ്കിൽ അവൻ ഉപയോഗിച്ച ലഹരി വസ്തുവിൻ്റെ കെട്ടൊക്കെ വിടുമ്പോൾ മക്കളെയും കൂട്ടി ഹോട്ടലിലേക്ക് പോകുന്നു. അടിച്ച അടിയുടെ വേദന മറക്കാൻ വേണ്ടി അവന് നല്ല മിഠായികളും ഐസ്ക്രീമുകളും ഭക്ഷണ സാധനങ്ങളും മേടിച്ചു കൊടുക്കുന്നു. ഇവിടെ നിന്ന് പിതാവിൽ നിന്ന് അവന് കിട്ടിയ ഈ അടിക്ക് ശേഷമുള്ള ഒരു സാന്ത്വനം, ഒരു വാത്സല്യം, സത്യത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ സമൂഹത്തിൽ ഈ പിതാവിനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അവർ ഒരു വിജയിച്ച പരാജിതനായ പിതാവിൻ്റെ പരാജിതനായ പുത്രനായിട്ട് മാറുന്നു. ഇവരുടെ തന്നെ കോപ്പി പേസ്റ്റ് ആയിട്ട് മാറുന്നു. സമൂഹത്തിൽ ഞാൻ ഇത്തരം ഉദാഹരണങ്ങൾ എൻ്റെ പരിസരങ്ങളിൽ തന്നെ വളരെയേറെ കണ്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പറഞ്ഞാൽ പരാജിതനാണ് പിതാവ്, പക്ഷേ കുട്ടി വിജയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ വളരെ ക്രൂരമായ രൂപത്തിൽ ഭാര്യയെ ഉപദ്രവിക്കുന്നു, മക്കളെ ഉപദ്രവിക്കുന്നു. ആ ക്രൂരമായ സ്വഭാവം തന്നെയാണ് അദ്ദേഹം നിരന്തരം വീട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് വളരുന്ന കുട്ടി ആ പിതാവിൽ നിന്ന് തനിക്ക് സ്നേഹത്തിൻ്റെയോ ഒരു സൗഹാർദ്ദത്തിൻ്റെയോ പ്രതീക്ഷയുടെയോ അനുകമ്പയുടെയോ ഒന്നും അവന് കിട്ടുന്നില്ല. ഇത് കണ്ടു വളരുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് വീഴുന്ന ഒരു മെസ്സേജ്, എൻ്റെ പിതാവ് പരാജയപ്പെടാനുള്ള കാരണം ഇന്നത് ഇന്നത് ഇന്നതാണ്. അതുകൊണ്ട് ഞാൻ നാളെ ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ, ഞാനൊരു സാമൂഹിക ജീവിതം നയിക്കുമ്പോൾ എനിക്ക് സമൂഹത്തിൽ വിലയും നിലയും കിട്ടാതെ പോകാനുള്ളതിൻ്റെ കാരണം പിതാവിൻ്റെ ഈ ആറ്റിറ്റ്യൂഡാണ്.
ഇത് മാറ്റിയെടുത്താൽ മാത്രമേ എനിക്ക് സമൂഹത്തിൽ നല്ല ഒരു സ്വഭാവമുള്ള, സമൂഹത്തിൽ സ്ഥാനമുള്ള ഒരാളായി മാറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ പിതാവിൻ്റെ സ്വഭാവത്തെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന തിരിച്ചറിവ് അവനിലേക്ക് വരും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും പരാജയപ്പെട്ട പിതാവിന് വിജയിയായ പുത്രനുണ്ടാവും. നിങ്ങൾ സമൂഹത്തിലേക്കൊന്ന് കണ്ണോടിക്കൂ. ഞാൻ ഈ പറഞ്ഞ 4 ഉദാഹരണങ്ങളെയും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഞാൻ ഒരുപാട് ആളുകളുടെ ഉദാഹരണങ്ങൾ ക്ലാസ്സുകളിൽ പറയാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലേക്കുള്ള പേരുകളും പരാമർശങ്ങളും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങൾ പച്ചയായ ജീവിതങ്ങൾ പരിശോധിച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇത്തരം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് കണ്ണോടിക്കൂ. നിങ്ങൾ രക്ഷകർത്താവാണെങ്കിൽ, നിങ്ങളൊരു പിതാവാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 4 പിതാക്കന്മാരിൽ നിങ്ങൾ ഏതിലാണ് പെടുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് 3 ഗണത്തിൽ പെടാതെ വിജയിച്ച പിതാവിന് വിജയിച്ച പുത്രനുണ്ടാക്കാൻ കഴിയുന്ന, വിജയിച്ച പിതാവിന് വിജയിച്ച പുത്രനുണ്ടാകാൻ കഴിയുന്ന ഞാൻ പറഞ്ഞ വിഷയങ്ങളെ ഒന്ന് കോർത്തിണക്കുക. ഭാര്യയുമായി, കുട്ടികളുമായി, നമ്മുടെ കുടുംബവുമായി സമയം കണ്ടെത്തുക. അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. നിങ്ങളുടെ വിജയത്തിൻ്റെ സീക്രട്ടുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ വിജയിച്ച തലങ്ങൾ എന്താണെന്ന് അവർ കണ്ടു വളരുക. നിങ്ങളുടെ പരാജയത്തിൻ്റെ മേഖലകൾ എന്താണെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇതിനൊക്കെ പിതാവ് വീട്ടിലുണ്ടാവണം. സാമൂഹികമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ വീട്ടിലെ ഇടങ്ങളിലും അവനുണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു പ്രതിബദ്ധത നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളും വിജയിക്കും. നിങ്ങൾ പോകുന്ന എല്ലാ നല്ല സ്ഥലങ്ങളിലും, കണ്ടു പഠിക്കാനുള്ള എല്ലാ മേഖലകളിലും നിങ്ങളുടെ മക്കളെ നല്ലൊരു സുഹൃത്തായി, നിങ്ങളുടെ നല്ലൊരു കൂട്ടുകാരനായി കൊണ്ടു നടന്നാൽ തീർച്ചയായും നിങ്ങൾ വിജയിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ മകൻ സമൂഹത്തിൽ അതിലേറെ വിജയിക്കുന്നവനായി മാറും എന്നത് എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ആണ്. സമൂഹത്തിൽ ഞാൻ കണ്ടു വളർന്നതാണ്. നിങ്ങൾക്കും അത്തരത്തിലൊരു പിതാവാകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ വളരെയേറെ കാലികമായി പറയാൻ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ഇടപെടുകയും ചെയ്യേണ്ട ഒരു ചോദ്യമാണ് ഇർഫാൻ സാർ എന്നോട് ചോദിച്ചത്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കണമെങ്കിൽ ഇൻലൈറ്റ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല നല്ല അറിവുകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും.